ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഇത്തവണത്തെ പെരുന്നാളിന് കുറേ പ്രത്യേകതകളുള്ളൊരു പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാനിതാ ഇത്തവണ പോകുന്നത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് വയ്യായികകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ ഓടിച്ചാടി പഴയതുപോലെ കയറാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കല്ലേ, അതുകൊണ്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ട്രെയിനിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ കോഴിക്കോട്ടേക്ക് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് AC കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമായിട്ടുള്ള എക്സ്പീരിയൻസും കൂടെയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. വലിയ രീതിയിലുള്ള മഴയൊന്നുമല്ല, ചെറുതായിട്ടുള്ളൊരു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വലിയ മഴയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച്, പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും മഴ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മഴ ഒന്ന് തോർന്നപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ പെരുന്നാൾ ലാസ്റ്റ് നോമ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ നോമ്പിന് അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇക്കൻ്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയും പോയിട്ട് നമ്മൾ നോമ്പൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ലാസ്റ്റ് നോമ്പ് നമ്മൾ പുറത്തുനിന്ന് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കൻ്റെ ഓഫീസിലെ 2 ഫ്രണ്ട്സും അവരുടെ വൈഫുമാരും കൂടെ നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ നിന്ന് അങ്ങനെ നോമ്പ് തുറന്ന്. അങ്ങനെ ബീച്ചിൽ തന്നെ ഇക്കൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫ് മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ഗിവ് അവേൻ്റെ ഭാഗമായിട്ട് അവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് പോയിട്ട് അവിടുന്ന് മെഹന്തിയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് നേരെ പോയിട്ടുള്ളത് വീട്ടിലേക്കല്ല, ഞാൻ പോയിട്ടുള്ളത് നേരെ ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചെറിയ വയ്യായികകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാളൊക്കെ ആണെന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം ആ പനി നല്ലോണം കൂടി. പനിയും ചുമയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളിന് കൂടുതൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നേരെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഇക്ര ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് തന്നെ ശരിക്കും നന്നായിട്ട് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ കാഷ്വാലിറ്റിയിൽ വെയിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഫുള്ളിങ്ങനെ തണുത്ത് വിറയ്ക്കുകയാണ്. എനിക്ക് ആ ഫാനിൻ്റെ അടിയിലൊന്നും നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്ത്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അതാ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് എനിക്ക് ഫുള്ള് തല കറങ്ങുന്ന പോലെ ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോയിട്ട് വേഗം തന്നെ ഒന്ന് കിടന്നു, കുറച്ച് സമയം ഒന്ന് കിടന്ന്. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പനി ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 1 മണി 2 മണി ആ ഒരു സമയമായ സമയത്ത് എണീറ്റിട്ട് ഉമ്മാനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് നമ്മൾ രാവിലെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ച് വന്ന് ഗുളികയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പനി ഒന്ന് വിട്ടതിന് ശേഷമാണ് നമ്മൾ സ്നാക്സിലേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്നാക്സിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു 2:30 ആയ സമയത്ത് ഞാനും ഉമ്മയും കൂടെ പോയി കിടന്നുറങ്ങി. ഒരു 5 മണി 5:15 ആയ സമയത്ത് വീണ്ടും എണീറ്റ് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇതാ ഉണ്ടാക്കി വെച്ച നമ്മളെ ഫില്ലിങ്സൊക്കെ ഇവിടെ സെറ്റാക്കി ഇനി നമ്മൾ സ്നാക്സ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റും പഴം നിറച്ചതുമാണ്. അപ്പോൾ കട്ട്ലറ്റ് ഓൾറെഡി ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഇനി അതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മൾ പഴം നിറച്ചതിലേക്കുള്ള തേങ്ങൻ്റെ മിക്സ് ആണെങ്കിലും അതും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് കറിയും കണ്ണുവെച്ച പത്തിരിയുമാണ്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് അത് കഴിച്ചിട്ടാണ് കേട്ടോ പോവുക. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ റെഡിയായി നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം തന്നെ സ്നാക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമ്മൾ പഴം നിറച്ചത് ഓൾറെഡി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ കട്ട്ലറ്റാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കട്ട്ലറ്റ് ഇത് അവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്കയും ഉപ്പയും അനിയനൊക്കെ പള്ളിയിലേക്ക് പോയി. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാൻ വേഗം ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടുണ്ട്. കാരണം പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ വീട് വൃത്തികേടായി കിടക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാനും വേഗം പോയിട്ട് ഫ്രഷായി. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയമായപ്പോഴേക്കും ഇനി ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രഷായി നമ്മളെ മുന്തിരി ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇനി നേരെ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പെരുന്നാളിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇക്കയും പെരുന്നാളിന് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവും, അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചുമ, ഫീവറും നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണത് പോലും 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. എന്നിട്ടും എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല. ഞാനിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2ാമത്തെ തവണ ഡോക്ടറെ കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്, പനിയും ചുമയും മാറാത്തതുകൊണ്ട്. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അപ്പം തന്നെ ഞാൻ ടാബ്ലറ്റാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് പെരുന്നാളിന് ഇങ്ങനെ എന്താ പറയുക പനി പിടിച്ച് കിടക്കേണ്ടി വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ടാബ്ലറ്റും കഴിച്ച് പിന്നെ നമ്മൾ ജ്യൂസ് അവിടെ ചൂടാറുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ബിരിയാണിയിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള തൈര് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ അതവിടെ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ ബിരിയാണി ദം ചെയ്യാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുന്തിരി ഒന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ തന്നെ ഇത് ജ്യൂസ് അടിക്കുകയാണ്. ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് ഞാൻ കുടിക്കല്ല, ഉപ്പക്കും ഉമ്മക്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുടിക്കാൻ നിന്നിട്ടില്ല. കാരണം ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എനിക്ക് നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വോയിസ് ചുമയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മൾ ബാക്കി ജ്യൂസൊക്കെ നല്ലോണം കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമ്മൾ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞു, നമ്മൾ സ്നാക്സ് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇനി നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചിക്കനാണ് ഇവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ചമ്മന്തിയും തൈരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ പണികളും തീർന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഗസ്റ്റ് പോയി, പിന്നെ 2ാമത്തെ ഗസ്റ്റ് വന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ പെരുന്നാൾ പൈസയാണ് കേട്ടോ ഇത്. ഇത്തവണത്തെ എൻ്റെ ഫസ്റ്റത്തെ പെരുന്നാൾ പൈസയാണ്. അങ്ങനെ പെരുന്നാൾ പൈസയൊക്കെ കിട്ടി മാഷാ അല്ലാ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്കിങ്ങനെ പെരുന്നാൾ പൈസ കിട്ടാൻ തുടങ്ങിയത്. എല്ലാ പെരുന്നാളിനും ഒരാളെങ്കിലും പെരുന്നാൾ പൈസ തരാറുണ്ട്. അങ്ങനെ മുമ്പൊന്നും ചെറുപ്പത്തിലാണെങ്കിൽ കിട്ടിയതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇനി കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പെരുന്നാൾ പൈസക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് എനിക്ക് മനസ്സിലായത് തന്നെ. അങ്ങനെ പിന്നെ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് നേരം സംസാരിച്ച് വെറുതെ അങ്ങനെ ഇരുന്നു. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമ ഉള്ള ദിവസമാണ്. അപ്പം എല്ലാവരും ജുമ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ എല്ലാവരും നീണ്ടൊരു ഉറക്കമായിരുന്നു. കാരണം ഞാനും ഓൾറെഡി ടയേർഡാണ്. പിന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് പെരുന്നാളായതുകൊണ്ട് ഉറങ്ങിയത് തന്നെ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങി എണീറ്റ് നമ്മൾ വൈകുന്നേരമല്ല ശരിക്കും രാത്രിയായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. കാരണം ഇത്തവണത്തെ പെരുന്നാളിന് നമ്മൾ വീട് വിട്ട് വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ കസിൻസിൻ്റെ വീട്ടിലെങ്കിലും പോകാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വീട്ടിൽ തന്നെ ആയിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു. കൂടെ പനിയും ഈ വയ്യായ്കകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ടും പോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇത്തവണ കാബിരി ബിരിയാണിയും പിന്നെ നെയ്ച്ചോറും, എൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറി, അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാബിരി ബിരിയാണി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇക്ക കഴിച്ചത് ആ നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇക്കക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ഇത്തവണ നമ്മൾ പെരുന്നാളിന് എവിടേക്കും പോവാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാനും ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു വെറുതെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ
എൻ്റെ വീട് അത്ര ടൗണിലല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോകാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ നമ്മൾ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിലേക്ക് തന്നെ വരേണ്ട സ്ഥിതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ടൗണിലേക്ക് വരാൻ മാത്രം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ടൗണിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇനി വീണ്ടും ടൗണിലേക്ക് വരണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണെങ്കിൽ ഇപ്പോൾ LPG ഇഷ്യൂ കൂടി ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി നോക്കാം. എന്നിട്ട് ഏതെങ്കിലും കടയൊക്കെ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പാതിരാക്കി ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും പിന്നെ നമ്മളെ എമി മോളും കൂടെ കാറിൽ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രയാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ രണ്ട് മൊജിറ്റോസും പിന്നെ മോമോസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റീംഡ് മോമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് മോമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സ്റ്റീംഡ് മോമോസാണ് കേട്ടോ. പക്ഷേ ഇക്കാക്കൊക്കെ പിന്നെയും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഫ്രൈഡാണ്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം കാറിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലും നമ്മളെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല അങ്ങനെ കൂടുതൽ ദൂരത്തോട്ടൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പെരുന്നാളായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഹാപ്പിനെസ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കിട്ടിയ സമയത്ത് കുറച്ച് പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്ത് പോയി മോമോസും കഴിച്ച് മൊജിറ്റോയും കുടിച്ച്. ഞാൻ മൊജിറ്റോ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് മൊജിറ്റോസ് ഗ്യാസുള്ള ഒരു ഡ്രിങ്ക്സും ഇഷ്ടമല്ല. പിന്നെ ഈ പനിയും ചുമയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ കൂൾ ഡ്രിങ്ക്സുകളൊന്നും ട്രൈ ചെയ്യാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് മോമോസൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഫുള്ള് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം എടുത്തിട്ടാണ് അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഉമ്മാനെയും പിന്നെ സിസ്റ്റേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞ് എൻ്റെ ലാപ്പൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഉമ്മതാ ഫ്രൂട്ട്സും പായസവും ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുത്തരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പലതവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലാപ്പൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ലാപ്പ് റെഡിയായി. പിന്നെ ഫുള്ള് വർക്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഈവനിങ് ആയപ്പോഴേക്ക് ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, ഓൾറെഡി വയ്യാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ നൈറ്റിൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഒന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇക്കയും മാത്രമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിരുന്നു. പൊതുവേ നമ്മളങ്ങനെ ഞാനും ഇക്കയും മാത്രമായിട്ട് ബീച്ചിൽ പോകാറില്ല. എങ്ങനെയായാലും ഏതെങ്കിലും ഒരു ഫ്രണ്ടും ആരുടെ വൈഫും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ നമ്മൾ എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്റ്റോള് ഉണ്ട്. അപ്പം അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുവാണ്. എനിക്ക് ഈ യന്ത്രഊഞ്ഞാല പിന്നെ ഈ ആകാശത്തോണി അതിലൊക്കെ കയറാൻ നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഗോസ്റ്റ് ഹൗസിൽ കയറി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഇത് പിറ്റേ ദിവസം അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കൊക്കെ മുറിച്ച് പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹെൽമെറ്റൊക്കെ ക്ലീനാക്കി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. പെരുന്നാളെന്ന് പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയതെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പെരുന്നാളിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും ഇത്തവണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു. പിന്നെ
പിന്നെ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.